വണ്ടൂരങ്ങാടിയിലെ 100-ലധികം വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചുവരുകളും മേൽക്കൂരയും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. കെട്ടിടം പൊളിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ പഞ്ചായത്തോ മറ്റ് അധികാരികളോ ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണവുമായി പഞ്ചായത്ത് അംഗം ഇ.പി. മുഹമ്മദ് കുഞ്ഞി രംഗത്ത്. വണ്ടൂരങ്ങാടിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നിത്യേന ആശ്രയിക്കുന്ന നടപ്പാതയ്ക്ക് തൊട്ടടുത്താണ് ഈ മരണക്കെണി. നിലവിൽ അപകട സാധ്യത ഒഴിവാക്കാൻ താൽക്കാലികമായി ഈ നടപ്പാത അടച്ചുകിട്ടിരിക്കുകയാണ്. നേരത്തെ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയായില്ല. കോടതി അനുമതിയോടെ മാത്രമേ കെട്ടിടം പൊളിക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. നിയമ നടപടികൾ വേഗത്തിലാക്കി മനുഷ്യജീവന് സംരക്ഷണം നൽകണമെന്നും എം.എൽ.എയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ എ.പി. അനിൽകുമാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും വാർഡംഗം ഇ.പി. മുഹമ്മദ് കുഞ്ഞി ആവശ്യപ്പെട്ടു. നമ്മുടെ വണ്ടൂർ അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതിപ്പോ 100ഓളം വർഷമായിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണ്. ഈ പഴയ കെട്ടിടം ഇതുപോലെ ആയിട്ട് മാസങ്ങളായി. ഇന്നേ വരെ ഇത് പൊളിച്ച് ഇവിടെ ഒരു അപകട സാധ്യത കുറയ്ക്കാനുള്ള ഒരു നടപടിയും പഞ്ചായത്തോ നമ്മുടെ മറ്റു ഭരണാധികാരികളോ സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പറയാനുള്ളത് ശക്തമായ നടപടി എടുത്തുകൊണ്ട് ഈ കെട്ടിടം ഉടനെ പൊളിച്ചു മാറ്റണം. നമുക്കറിയാം, നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നടപ്പാതയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കൂൾക്ക്, ഇവിടെ ഗേൾസ് സ്കൂൾക്ക് വരുന്ന കുട്ടികൾ അടക്കമുള്ള കുട്ടികൾ സഞ്ചരിക്കുന്ന നടപ്പാതയാണ്. അവിടെയാണ് ഇപ്പൊ ഈ കെട്ടിടം ഇങ്ങനെ നിലക്കണേ. ഇപ്പൊ ഇത് മറച്ച് ഈ നടപ്പാത അടച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊരു അപകട സാധ്യത ഒഴിവാക്കുകയാണ്. പക്ഷെ പഞ്ചായത്തിക്ക് നേരത്തെ പരാതി കൊടുത്താണ്. പക്ഷെ അതിനൊരു ശക്തമായ നടപടി വന്നിട്ടില്ല. അപ്പൊ ഉടമയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങണം എന്നാ പറഞ്ഞത്. നമുക്കത് അറിയില്ല. എന്തായാലും കോടതിയിൽ നിന്ന് അനുമതി വാങ്ങേണ്ട കേസാണെങ്കിൽ പെട്ടെന്ന് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട് ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ എം.എൽ.എ ശക്തമായി ഇടപെടണം. അപ്പൊ നമുക്കറിയാം, ഈ കെട്ടിടായാലും നമ്മളെ ആയിഷ മെഡിക്കൽസിന്റെ കെട്ടിടായാലും നമ്മളെ വണ്ടൂർ ടൗണിന്റെ വികസനത്തിന് അത് പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടല് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം.എൽ.എയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള എ.പി. അനിൽകുമാർ ഇടപെട്ടുകൊണ്ട് ചെയ്യണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. വണ്ടൂർ ടൗണിന്റെ സമഗ്ര വികസനത്തിന് ഈ കെട്ടിടവും സമീപത്തെ കെട്ടിടവും പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.